തൃപ്പൂണിത്തുറ പൂത്തോട്ട റോഡ് 4 വരിയാക്കുന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തെയും പ്രധാന ചർച്ചാ വിഷയമാണ് ഈ റോഡ് വികസനം. പരസ്പരം പഴിചാരലും അവകാശവാദങ്ങളുമായി പോരടിക്കുന്ന ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ കളിയാണ് റോഡ് വികസനം കടലാസിലാക്കിയത്. തൃപ്പൂണിത്തുറ എസ് ജംഗ്ഷൻ മുതൽ പൂത്തോട്ട വരെ 4 വരിയാക്കിയുള്ള ആദ്യഘട്ട റോഡ് വികസനത്തിന് 450 കോടി രൂപ കിഫ്ബി അനുമതിയായിട്ടും റോഡ് വികസനത്തിന് നടപടികളൊന്നുമില്ല. 13.9 കിലോമീറ്റർ നീളമുള്ള റോഡ് 22 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനായിരുന്നു പദ്ധതി. തൃപ്പൂണിത്തുറ MLA ആയിരുന്ന M. സ്വരാജിന്റെ ഇടപെടലിൽ വികസന പദ്ധതി യാഥാർത്ഥ്യമാകുന്നെന്നായിരുന്നു CPM പ്രചാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. ബാബുവിനോട് സ്വരാജ് തോറ്റതോടെ K. ബാബു MLA ആയിരിക്കുമ്പോൾ റോഡ് വികസനത്തിന് തുടക്കമായാൽ UDFന്റെ അവകാശവാദങ്ങളിൽ ഉൾപ്പെടുമെന്നതിനാൽ റോഡ് വികസനം വേഗത്തിലാക്കാൻ സർക്കാരിനും താല്പര്യമില്ലാതായി. തൃപ്പൂണിത്തുറയുടെ വികസന ചരിത്രത്തിലെ സുപ്രധാന ഏടായി മാറുന്നതാണ് എസ് ജംഗ്ഷൻ പൂത്തോട്ട റോഡ് 4 വരിയെന്ന് M. സ്വരാജ് MLA ആയിരിക്കെ അവകാശപ്പെട്ടിരുന്നു. രണ്ട് മുന്നണികളും ചേർന്ന് റോഡ് വികസനം ഇല്ലാതാക്കിയെന്ന് BJP കുറ്റപ്പെടുത്തി. എന്താണോ അന്ന് പ്രഖ്യാപനത്തിൽ സ്വരാജ് പറഞ്ഞിരുന്നത്, ആ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആ പദ്ധതിക്ക് ജീവൻ വെപ്പിക്കാനായിട്ട് നിലവിലെ MLAക്ക് സാധിച്ചിട്ടില്ല. ഈ രണ്ട് മുന്നണികളും ഇതിൽ വളരെ അതിദയനീയമായിട്ട് തൃപ്പൂണിത്തുറയുടെ വികസനത്തെ സംബന്ധിച്ചുള്ള ഇവിടുത്തെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഈ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിച്ചിരിക്കുന്നത്. 1/4 നൂറ്റാണ്ടിലധികമായി പറഞ്ഞു കേൾക്കുന്നതാണ് റോഡ് വികസനം. റോഡിന്റെ ഭാഗങ്ങളിൽ നിർമ്മാണ അനുമതികൾ നൽകാതെ മരയിപ്പിച്ചിരിക്കുകയാണ്. 4 വരിപ്പാതയ്ക്ക് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പുതിയ പാലവും നിർമ്മിക്കേണ്ടി വരും. GPS സർവേ അടക്കമുള്ള റിപ്പോർട്ട് തയ്യാറായിരുന്നു. തൃപ്പൂണിത്തുറയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകേണ്ട റോഡ് വികസനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും തൃപ്പൂണിത്തുറ ഭാഗത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ ഇല്ലാതാകുന്നത് തൃപ്പൂണിത്തുറയുടെ റോഡ് വികസനം കൂടിയാണ്. ക്യാമറാമാൻ മനുവിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.